Good morning. Our next topic is law relating to appropriation of payments. What is appropriation of payment എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഈ appropriation of payment എന്ന് വെച്ചാൽ where a debtor owes several debts to the same creditor and has a lesser amount than the total amount due to him, it has to be decided to which debt the payment should be credited. Okay, this determination, it is designed by the act as appropriation of payment. അതായത് എനിക്കിപ്പോൾ ഒരാളടുത്ത് ഞാനൊരു 4 പ്രാവശ്യമായിട്ട് എമൗണ്ട് കടം വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഒരു പ്രാവശ്യം 10,000, പിന്നെ ഒരു പ്രാവശ്യം 5,000, പിന്നെ ഒരു 2,000, അങ്ങനെ പറഞ്ഞെങ്ങാണ്ട് 4 പ്രാവശ്യം വാങ്ങി വിചാരിക്കുക. എൻ്റെ അടുത്ത് ആകെ ഇപ്പോൾ ഒരു 5,000 രൂപ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഈ എമൗണ്ട് 5,000 അയാൾക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഏത് ഡെറ്റിലേക്ക് അത് അപ്രോപ്രിയേറ്റ് ചെയ്യും? അതായത് ഒരു 10,000 ഉണ്ട്, അങ്ങനെ ഒരു 4 ഡെറ്റ് ഉണ്ടല്ലോ എൻ്റെ. അപ്പം അത് ഏതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ലോ ആണ് ഏതെന്ന് പറയുന്നത്? ലോ ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. മനസ്സിലായല്ലോ? അതായത് ഡെറ്റർ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഏത് ഡെറ്റിലേക്ക് ഇത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നുണ്ടാവാം. ചിലപ്പോൾ ആദ്യം തന്ന ഡെറ്റ് ഏതാ, ചിലപ്പോൾ അതിലേക്കാവാം ക്രെഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയത് ഏതാണോ അതിലേക്കാവാം ക്രെഡിറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ് വേറെ ഡെറ്റർ ഓസ് സെവറൽ ഫണ്ട്സ് ടു ദ സെയിം ക്രെഡിറ്റർ ആൻഡ് ഹാസ് എ ലെസ്സർ എമൗണ്ട് ദാൻ ദി ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ഹിം. അതായത് എൻ്റെ കയ്യിലുള്ളത് ലെസ്സർ എമൗണ്ടാണ്, അയാൾക്ക് കൊടുക്കാനുള്ളതിനെക്കാട്ടും കുറച്ച് എമൗണ്ട് എൻ്റെ ഉള്ളൂ താനും. ഐ ഹാവ് എ ലോട്ട്സ് ഓഫ്, അതായത് സെവറൽ ഡെറ്റ്സ് ടു ദി സെയിം ക്രെഡിറ്റർ. ഇൻ ദാറ്റ് കേസ് അതായത് ദ ഡെറ്റ് പേയ്മെൻറ്റ് ഷുഡ് ബി ഏത് ഡെറ്റിലേക്കായിരിക്കണം? ഇറ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് ടു വിച്ച് ഡെറ്റ് ദ പേയ്മെൻറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇത് തീരുമാനിക്കുന്ന നിയമങ്ങളാണ് ഏതിൽ പറയുന്നത്? ദിസ് ഡിറ്റർമിനേഷൻ ഹാസ് ബീൻ ഡിസൈൻഡ് ബൈ ദി ആക്ട് ആസ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ദ ലോ റിലേറ്റിംഗ് ടു അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ലോ ഓഫ് ഡിസ്ചാർജ് ഓഫ് ഡെറ്റ്സ് വെയറിൻ ദ ഡെറ്റർ ഓസ് OWS ആണ്, ഓസ് എ നമ്പർ ഓഫ് ഡെറ്റ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സിൽ വരുന്ന നിയമങ്ങൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് ദ കേസ് ഇൻ വിച്ച് ദ ഡെറ്റർ ഹാസ് റൈറ്റ്, RIGHT, അപ്ലിക്കേഷൻ വെൻ ഇൻഡിക്കേറ്റഡ്. അതായത് ഫസ്റ്റ് പറയുന്ന ഡെറ്റർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡെറ്റിലേക്ക്. ഞാനിപ്പോൾ പറയാണ്, ഞാനിപ്പോൾ ഒരു 5,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രെഡിറ്റർ എടുത്ത് പറയാണ്, ഞാൻ തരുന്ന ഈ 5,000 നിങ്ങൾ ഏതിലേക്കാണ് വെക്കേണ്ടത്? ഫസ്റ്റ് തന്നിട്ടുള്ള 10,000 റുപ്പീസിലേക്ക് വെച്ചോളൂ. അല്ലെങ്കിൽ ഏത് 4 ഡെറ്റിൽ ഏതിനാണോ കൂടുതൽ ഇൻട്രസ്റ്റ് നോക്കും, ആ ഡെറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ, if the debtor has intimated to which debt the set amount is to be credited, then creditor can do so. മനസ്സിലായി? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. അതിനെയാണ് എന്ത് പറയുന്നത്? ദ കേസ് ഇൻ വിച്ച് ഡെറ്റർ ഹാസ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റൂള് ക്ലിയർ ആണോ? ഡെറ്റർ എക്സ്പ്രസ്സസ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ സിൻസ് അപ്രോപ്രിയേഷൻ ഇസ് എ റൈറ്റ് ഗിവൺ ടു ദ ഡെറ്റർ ഫോർ ഹിസ് ബെനിഫിറ്റ്. അപ്പോൾ എനിക്ക് ഏതാണോ ഗുണകരമായിട്ട് തോന്നുന്നത്, കുറച്ച് പലിശ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് അത്ര ഗുണമല്ല എനിക്ക്, അങ്ങനെ ഏതിനാണോ ഇൻട്രസ്റ്റ് കുറവ്, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ബെനിഫിറ്റ് ഏതാണോ ആ ബെനിഫിറ്റിനനുസരിച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ, അതായത് ഡെറ്ററിൻ്റെ റൈറ്റ് ആണത് കേട്ടോ. ദെൻ സെക്കൻഡ് ലോ ഈസ് ദ കേസ് ഇൻ വിച്ച് ദ ക്രെഡിറ്റർ ഹാസ് ദ റൈറ്റ്. അതായത് ഡെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യൂല ഏത് ഡെറ്റ്, അപ്പോൾ അവിടെ ആർക്ക് റൈറ്റ് ഉണ്ട്? ദ ക്രെഡിറ്റർ ഹാസ് ദ റൈറ്റ്. ഈ ക്രെഡിറ്ററിൽ അതായത് ഇഫ് ദർ ഇസ് നോ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഡയറക്ഷൻ ബൈ ദി ഡെറ്റർ റിഗാർഡിംഗ് അപ്രോപ്രിയേഷൻ, then the creditor may appropriate the payment to any lawful debt due to him, due from debtor. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇഫ് ഡെറ്റർ ഫെയിൽസ് ടു ഇൻറ്റിമേറ്റ് ദ ക്രെഡിറ്റർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ആസ് ടു ദ ഡെറ്റ് ടു വിച്ച് എമൗണ്ട് പെയ്ഡ് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ്. പറയുന്നില്ലേ ഏതിലെ? ഞാൻ പറഞ്ഞില്ലേ 5,000 കൊടുക്കുക മാത്രം ചെയ്തു, ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല ഏത് ഡെറ്റിലേക്ക് വെക്കണം എന്നുള്ളത്.
ദെൻ ഇങ്ങനെയാവുന്ന സമയത്ത് ദ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഡിവോൾവ്സ് ഓൺ ദി ക്രെഡിറ്റർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഹിം ടു അപ്ലൈ ദ പേയ്മെൻറ്റ് ടു എനി ഡെറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓഫ് ലിമിറ്റേഷൻ. അപ്പോൾ അയാളുടെ ഇഷ്ടം പോലെ അയാൾക്ക് ഏതിൽ വേണമെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം. എനിക്ക് ആദ്യം തന്നിട്ടുള്ള 10,000 പിന്നെ വാങ്ങിയിട്ടുള്ള 2,000 വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ഏതിലേക്ക് വേണമെങ്കിലും ഈ കൊടുക്കുന്ന എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബട്ട് ദ ക്രെഡിറ്റർ ഹാസ് നോ റൈറ്റ് ടു അപ്ലൈ ദ പേയ്മെൻറ്റ് ടു എ ഡിസ്പ്യൂട്ടഡ് ഡെറ്റ് ഓർ എൻ അൺലോഫുൾ ഡെറ്റ് ഓർ ഇമ്മോറൽ ഡെറ്റ്. തോന്നി പോലെ കളിക്കാനുള്ള റൈറ്റ് ഇല്ല ക്രെഡിറ്ററിന്. ഒരു ഡിസ്പ്യൂട്ടഡ് ഡെറ്റോ അല്ലെങ്കിൽ ഒരു അൺലോഫുൾ ഡെറ്റോ അങ്ങനെ എന്തെങ്കിലും കടത്തിലേക്കൊന്നും ഈ പറയുന്ന എമൗണ്ട് വെക്കാൻ പാടില്ല. ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ 4 എമൗണ്ടിൽ എല്ലാം ലോഫുള്ളാണ്, അങ്ങനെയുള്ളൊരു ഡെറ്റാണെങ്കിൽ അതിൻ്റെ ഏതിലേക്ക് വേണമെങ്കിലും ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ ലോ പറയുന്നത് എന്താ അറിയോ? ദ കേസ് ഇൻ വിച്ച് നീദർ പാർട്ടി അപ്രോപ്രിയേറ്റ്. 2 പാർട്ടിയും എന്താക്കുന്നില്ല, ഇൻറ്റിമേറ്റ് ചെയ്യുന്നില്ല. അതായത് ക്രെഡിറ്ററും ഡെറ്റർ പറഞ്ഞിട്ടില്ല ഏത് ഡെറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്, അതേപോലെ തന്നെ ക്രെഡിറ്ററും അപ്ലൈ ചെയ്യുന്നില്ല. ഇങ്ങനെയാവുന്ന സമയത്ത് വേർ ദ ഡെറ്റർ ഡസ് നോട്ട് ഇൻറ്റിമേറ്റ് ആൻഡ് വേർ ദ ക്രെഡിറ്റർ ഹാസ് ഓൾസോ നോട്ട് മെയ്ഡ് എനി അപ്രോപ്രിയേഷൻ, then according to law the payment made by the debtor has to be applied in discharge of the earliest debt in the order of time. അങ്ങനെയാവുന്ന സമയത്ത് നിയമത്തിൽ എന്താ പറയുന്നത്, ഏതാണോ ആദ്യത്തെ ഡെറ്റ്, രണ്ടാളും ഒന്നും ചെയ്യുന്നില്ല, അപ്പം നിയമപ്രകാരം ഏതിലേക്ക് പോകുന്ന പറയുന്നത്, ആദ്യത്തെ ഡെറ്റ് ഏതാണോ അതിലേക്ക് ആ ഓർഡർ ഓഫ് ടൈം അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും കൊടുക്കുന്ന പൈസ. അതിങ്ങനെ ഫസ്റ്റത്തെ ഡെറ്റിലേക്ക് പോവും, അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറ്റ്, അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ വേർ നീദർ ദ ഡെറ്റർ നോർ ദ ക്രെഡിറ്റർ ഹാസ് മെയ്ഡ് എനി അപ്രോപ്രിയേഷൻ, then according to law the payment is to be applied in discharge of the debts in the order of time. ഇനി if payment have been made without expressly stating whether it is towards interest or principal, the payment is to be applied to interest first and then to principal. അത് നിങ്ങളെ ടെക്സ്റ്റിൽ ഇവിടെ പറയുന്നില്ല, അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ട്. അതായത് ഇപ്പം ഒരു എമൗണ്ട് കൊടുക്കുന്നു, 5,000 കൊടുക്കുന്നത്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണോ ഇൻട്രസ്റ്റിലേക്കാണോ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഏതിലേക്കാണ് പോവുക, ആദ്യം ഇൻട്രസ്റ്റ് കവർ ചെയ്യും, ബാക്കി ഉണ്ടെങ്കിലേ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോവുള്ളൂ. ഓക്കെ. സോ ദീസ് ആർ ദ ലോ റിലേറ്റിംഗ് ടു അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ടെൻഡർ എന്താണെന്നുള്ളത്. ടെൻഡർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ഇവിടെ പ്രോമിസർ റെഡി ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ മറ്റേ ആൾ റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ഹിസ് പെർഫോമൻസ്. അങ്ങനെയാവുന്ന സമയത്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ടെൻഡർ. അപ്പോൾ എന്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു സെക്ഷൻ 38 ഓഫ് കോൺട്രാക്ട് ആക്ട്, വേർ എ പ്രോമിസർ ഹാസ് മെയ്ഡ് എൻ ഓഫർ ഓഫ് പെർഫോമൻസ് ടു ദി പ്രോമിസി ആൻഡ് ദ ഓഫർ ഹാസ് നോട്ട് ബീൻ ആക്സെപ്റ്റഡ്, ദ പ്രോമിസർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ നോൺ പെർഫോമൻസ് nor does he thereby lose his right under the contract. അപ്പോൾ ഇങ്ങനെ ഒരാൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അയാൾ പെർഫോം ചെയ്യാൻ റെഡിയായി, ബട്ട് ദി അതർ പാർട്ടി റിഫ്യൂസസ് ടു ആക്സെപ്റ്റ് ആണെങ്കിൽ ഒരിക്കലും അയാൾക്ക് പ്രോമിസർ ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ നോൺ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്നുള്ളത് പഠിച്ചു വെക്കുക. എന്തിനാണ് പറയുന്നത്? അതായത് വൺ പാർട്ടി, എ പേഴ്സൺ ഹു ഇസ് ബൗണ്ട് ടു പെർഫോം എ പ്രോമിസ് വിൽ ബി റെഡി ടു പെർഫോം ആൻഡ് വിൽ ഓൾസോ ഓഫർ ടു പെർഫോം ഹിസ് പ്രോമിസ് അറ്റ് ദ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്, but the other party may refuse to accept the performance. This is known as tender or attempted performance. Okay. ഇനി വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ടെൻഡർ നോക്കാം. നമുക്ക് ഒരു ടെൻഡർ ആവണമെങ്കിൽ അതിന് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, ഞാൻ ഓഫർ ഒക്കെ എല്ലാം പെർഫോം ചെയ്യാൻ റെഡിയായി എന്ന് പറഞ്ഞാൽ അതൊരു ടെൻഡർ ആയിക്കൊള്ളണമെന്നില്ല. ടെൻഡർ ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി കണ്ടീഷണൽ. അതായത് പ്രോമിസർ പെർഫോം ചെയ്യാൻ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി അൺകണ്ടീഷണൽ. അതായത് ഫ്രീ ഫ്രം
any condition. If any condition is attached to it, the other party is under no obligation to accept. ഞാനിപ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു 5,000 കൊടുക്കാനുള്ളതായി പോയതാണ് ക്രെഡിറ്റർ അടുത്തേക്ക്. പക്ഷേ ക്രെഡിറ്റർ ഇപ്പോൾ വേണ്ടാന്ന് പറയാം. അങ്ങനെയാവുന്ന സമയത്ത് അതൊരു ടെൻഡറാണ്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ 5,000 നിങ്ങൾക്ക് തരാം, നിങ്ങൾ ആ കുതിരേനെ തരികയാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ അറ്റാച്ച് ചെയ്ത്, കാരണം അയാൾക്ക് അല്ലെങ്കിൽ പൈസ കൊടുക്കണം, അതിനുള്ളിൽ കൂടെ കുതിരേനെയും കൂടി ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ടെൻഡർ. ഓക്കെ, അപ്പോൾ ടെൻഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി അൺകണ്ടീഷണൽ. ദെൻ സെക്കൻഡ്, ടെൻഡർ മസ്റ്റ് ബി ഓഫ് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓർ ഓഫ് ദി ഹോൾ ഡെറ്റ് ആസ് ദ കേസ് മേ ബി. അതായത് നിങ്ങൾ കൊടുക്കുന്ന സമയത്തെ, നിങ്ങളിപ്പോൾ പൈസ കൊടുക്കാനുള്ള ആ ഡ്യൂട്ടി അതാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് എന്തായിരിക്കണം? അപ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത് 10 kg ഓഫ് റൈസ് ഒരാൾക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ 10 kg ദ ഹോൾ ക്വാണ്ടിറ്റി ഷുഡ് ബി ടെൻറ്റേഡ്, അല്ലെങ്കിൽ പ്രോപ്പർ ക്വാണ്ടിറ്റി ഓർ ഹോൾ ഓഫ് ദി ഡെറ്റ് ആസ് ദ കേസ് മേ ബി. കടാണെങ്കിൽ മുഴുവൻ ഡെറ്റും കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം വേറെ അരി എന്തെങ്കിലും ആണെങ്കിൽ ആ ഫുൾ ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ കോൺട്രാക്ട് ചെയ്തിരുന്നത് ആ ടോട്ടൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ റെഡി ആവണം, എന്നാലേ അത് ടെൻഡർ ആവുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഞാനൊരു 10 kg റൈസ് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2 കിലോ അരിയായിട്ട് പോയിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി, അത് വേണമെങ്കിൽ അയാൾക്ക് റിജക്റ്റ് ചെയ്യാം, കാരണം നമ്മളെ കോൺട്രാക്റ്റ് എങ്ങനെയായിരുന്നു 10 kg ആയിരുന്നു. അപ്പം ടെൻഡർ ആവണമെങ്കിൽ ടെൻഡർ മസ്റ്റ് ബി ഓഫ് പ്രോപ്പർ ക്വാണ്ടിറ്റി or whole of the debt as the case may be. Okay, ഇനി third law, a tender must be made at the proper time and place. അതായത് ടെൻഡർ എങ്ങനെയാണോ നിങ്ങൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ പ്ലേസിൽ വെച്ചിട്ട് തന്നെ നടത്തണം. അതായത് ഹെൻസ് എ ടെൻഡർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഇസ് ഇൻഎഫക്റ്റീവ്. അതേപോലെ തന്നെയാണ് ടെൻഡർ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ബിസിനസ് അവേഴ്സ് ഇസ് നോട്ട് എ വാലിഡ് ടെൻഡർ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് 5 മണീൻ്റെ മുകളിൽ 5 മണി വരെയാണ് ബിസിനസ് അവേഴ്സ് എങ്കിൽ ഇപ്പോൾ ബാങ്കിൽ തന്നെ പോവാം, നമുക്ക് ബാങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പം അത് പോകുന്ന സമയത്ത് ബാങ്കിങ് ടൈം എപ്പോഴാണോ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോകണം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ഞാൻ പെർഫോമൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിങ്ങാണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ടെൻഡർ ആവണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദി proper time and proper place. Okay, the next is tender must be in proper form. അതായത് എ ടെൻഡർ ബൈ മീൻസ് ഓഫ് ചെക്ക് ഇസ് നോട്ട് പ്രോപ്പർ അൺലെസ് ദ അതർ പാർട്ടി ഹാസ് ആസ്ക് ഫോർ പേയ്മെൻറ്റ് ബൈ ചെക്ക്. അതായത് എങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം തന്നെ ചെയ്തിരിക്കണം, പ്രോപ്പർ ഫോമിലായിരിക്കണം. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെക്കായിട്ടാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന സമയത്ത് ചെക്കായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പോൾ ക്യാഷായി കൊടുത്ത് മറ്റേ പാർട്ടി റിജക്റ്റ് ചെയ്താൽ അതൊരു ടെൻഡർ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഇൻ പ്രോപ്പർ ഫോം. ദെൻ ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് ബൈ എ പേഴ്സൺ ഹൂ ഇസ് ഇൻ എ പൊസിഷൻ ആൻഡ് ഇസ് വില്ലിംഗ് ടു പെർഫോം ദ പ്രോമിസ്. അതായത് പ്രത്യേകിച്ച് ഇൻ കേസ് ഓഫ് മണി പേയ്മെൻറ്റ് ടെൻഡർ മസ്റ്റ് ബി അക്കംപനീഡ് വിത്ത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ക്യാഷ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഗുഡ്സ് ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഗുഡ്സ് ടു ബി ഡെലിവേർഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോമിസർ ടു ഗോ ടു ദ പ്രോമിസീസ് പ്ലേസ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഫോം ഹിം ഓഫ് ഹിസ് റെഡിനെസ് ടു ഡെലിവർ. അപ്പോൾ എപ്പോഴും ടെൻഡർ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ എ പേഴ്സൺ ഹൂ ഇസ് ഇൻ എ പൊസിഷൻ ആൻഡ് ഇസ് വില്ലിംഗ് ടു പെർഫോം ദ പ്രോമിസ്. ദെൻ ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് ടു ദ പ്രോപ്പർ പേഴ്സൺ. ഞാനിപ്പം ബി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഗുഡ്സ് സപ്ലൈ ചെയ്തതെങ്കിൽ കഴിയുന്നതും അയാൾക്ക് തന്നെ കൊണ്ടു കൊടുക്കണം. അതായത് ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് ടു ദി പ്രോപ്പർ പേഴ്സൺ, ദാറ്റ് ഈസ് ദ പ്രോമിസി ഓർ എസ് ഡ്യൂലി ഓതറൈസ്ഡ് ഏജൻറ്റ്. ഇനി ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസ്, ഒരുപാട് ആളുകളുണ്ട് പ്രോമിസീസ് ആണ്. ഞാനിപ്പോൾ ഒരാളായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കി, നിങ്ങളെ സെക്കൻഡ് ബികോമിലെ മൊത്തം കുട്ടികളായിട്ടാണ്, അവിടെ ജോയിൻറ്റ് പ്രോമിസീസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ടു എനി വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രോമിസീസ് ആൻഡ് ഇറ്റ് ഹാസ് ദ സെയിം ഇഫക്റ്റ് ആസ് എ ലെൻഡർ ടു ഓൾ ഓഫ് ദം. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് തന്നിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഇറ്റ് ഹാസ് ദ സെയിം ഇഫക്റ്റ് ഓഫ് ടെൻഡർ. Last point, if the tender relates to delivery of goods, the promisee should be given sufficient opportunity to inspect the goods. ഇനിയിപ്പം ഗുഡ്സ് ഡെലിവർ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ഞാൻ ഗുഡ്സ് അവിടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്ത് അയാൾ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടെൻഡർ അല്ല. അയാൾക്ക് എന്തിനുള്ള ടൈം നിങ്ങൾ അനുവദിച്ച് കൊടുക്കണം?
സഫീഷ്യൻറ്റ് ടൈം ടു ഇൻസ്പെക്ട് ദ ഗുഡ്സ്. ആ ഗുഡ്സ് പരിശോധിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു 5 kg നല്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ക്വാളിറ്റിയിലുള്ള റൈസായിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിക്ക് അതിനുള്ള ടൈം കൊടുക്കണം. അത് ആ പെർട്ടിക്കുലർ ക്വാളിറ്റിയുള്ള റൈസ് ആണോ എന്നൊക്കെ ഉള്ളത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ട് വേണം അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? സോ ദീസ് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ. നമുക്ക് 2 തരത്തിലുള്ള ടെൻഡർ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. കൈൻഡ്സ് ഓഫ് ടെൻഡർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടെൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് ടെൻഡർ ഓഫ് മണി. അപ്പോൾ ടെൻഡർ ഓഫ് ഗുഡ്സ് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് ഇപ്പോൾ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോമിസർ സപ്ലൈ ചെയ്യാൻ റെഡിയായി ചെല്ലുന്നു, ഇപ്പോൾ പ്രോമിസി റിഫ്യൂസ് ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ. അതാണ് ടെൻഡർ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ടെൻഡർ ഓഫ് ഗുഡ്സ്, ഇഫ് ദ പ്രോമിസർ ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ഓൾ ദ റിക്വയർഡ് കണ്ടീഷൻസ് offers to deliver the goods, the promisee refuses to accept, the contract stands discharged എന്നാണ് പറയുന്നത്. അപ്പോൾ ടെൻഡർ ഓഫ് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം പ്രോമിസർ എന്താക്കുന്നു, ഹി അറ്റംപ്റ്റഡ് പെർഫോമൻസ് വിത്ത് ഓൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ്. പക്ഷേ ഓഫറി അല്ലെങ്കിൽ പ്രോമിസി എന്താക്കുന്നു, ഹി റിജക്റ്റ് ദി ഓഫർ. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ഇഫക്റ്റാണെന്നാണ് പറയുന്നത്? ദാറ്റ് കോൺട്രാക്റ്റ് സ്റ്റാൻഡ്സ് ഡിസ്ചാർജ്ഡ് എന്നാണ് പറയുന്നത്. ആ കോൺട്രാക്റ്റ് അവിടെ കഴിഞ്ഞു. എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തും കൊണ്ടാണ് ഇയാൾ കൊണ്ടുപോയത് സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എന്നിട്ടും ആര് ആക്സെപ്റ്റ് ചെയ്തില്ല? പ്രോമിസിക്ക് വേണ്ട സാധനം അയാൾ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തിന് ഈക്വലാന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. ഓക്കെ. നേരെ മറിച്ചിട്ട് ടെൻഡർ ഓഫ് മണി ആണെങ്കിലോ, ഞാനിപ്പോൾ ഒരാൾക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്, ഞാൻ ആ 10,000 ആയിട്ട് ചെന്ന്, പക്ഷേ ദ പ്രോമിസി അതെല്ലാം അയാൾ എന്ത് ചെയ്തറിയോ? റിഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ മണി. ഞാൻ ആ പൈസയായിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കണ്ടേ? അതാണ് അവിടെ പറയുന്നത്. ടെൻഡർ ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ടെൻഡർ ഓഫ് മണി ദ പൊസിഷൻ ഇസ് എൻറ്റയർലി ഡിഫറെൻ്റ് എന്നാണ് പറയുന്നത്. ഇഫ് ദ ഡെറ്റർ മേക്സ് എ വാലിഡ് ടെൻഡർ ഓഫ് മണി ആൻഡ് ദ ക്രെഡിറ്റർ റിഫ്യൂസസ് ടു ആക്സെപ്റ്റ്, ദ ഡെറ്റർ ഇസ് നോട്ട് ഡിസ്ചാർജ് ഫ്രം ഹിസ് ഡെറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അയാൾ അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ അതോട് ഡിസ്ചാർജ് ആവുന്നൊന്നുമില്ല, പിന്നെ അയാൾക്ക് നിങ്ങൾ പൈസ കൊടുത്തോളണം എപ്പോഴാണെന്ന് വെച്ചാൽ. പക്ഷേ കോടതിയിൽ എന്തെങ്കിലും കേസൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം, ഇൻട്രസ്റ്റ് ഒഴിവാക്കി തരാൻ വേണ്ടി പറയാം. നിങ്ങൾ എത്ര കാലത്തേക്കാണോ കൊടുക്കാതെ, നിങ്ങൾ കൊടുത്തിട്ടും അയാൾ വാങ്ങാഞ്ഞിട്ടാണല്ലോ, അപ്പോൾ ആ ഒരു പീരിയഡിലെ ഇൻട്രസ്റ്റ് ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് പറയാം. അതാണ് അവിടെ പറയുന്നത്. ബട്ട് വെൻ ദ ക്രെഡിറ്റർ ഫയൽസ് എ സ്യൂട്ട് ടു റിക്കവർ ദ എമൗണ്ട്, the debtor may deposit the amount in the court and he can set up a defense of tender and may plead that, പ്ലീഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക. എന്താ പറയാൻ പറ്റുക? ഹി ഈസ് നോട്ട് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് സബ്സിക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ടെൻഡർ ആൻഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സ്. അതൊന്നും എൻ്റെ അടുത്ത് നിന്ന് ഈടാക്കരുത്, ഞാൻ കാശുമായി കൊണ്ട് ചെന്ന സമയത്ത് അയാൾ റിഫ്യൂസ് ചെയ്തതാണെന്ന് പറഞ്ഞെങ്ങാണ്ട് ആ കോസ്റ്റ് ഓഫ് പ്രൊസീഡിങ്സും ഇൻട്രസ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലീഡ് ചെയ്യാം. അല്ലാണ്ട് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഡിസ്ചാർജ് ഓഫ് മണി. നിങ്ങൾ കൊടുക്കാനുള്ള കടം എന്തായാലും കൊടുത്തോളണം. മനസ്സിലായോ? അപ്പോൾ ടെൻഡർ ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ടെൻഡർ ഓഫ് മണീൻ്റെ കേസ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ചെയ്യാൻ റെഡിയായി പോയിട്ട് അയാളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഡിസ്ചാർജ് ഓഫ് മണി. ഓക്കെ. നെക്സ്റ്റ് ഇസ് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ട്. ഈ അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്തതിലിടുന്നത്.